ശബരിമല കൊടിമരത്തിന് അനധികൃതമായി പെയിന്റ് അടിച്ചവരെ സംരക്ഷിച്ച ദേവസ്വം ബോർഡ് ഗുരുതരമായ കൃത്യവിലോപനം നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ്. ഭഗവാന്റെ ചൈതന്യത്തിന് വരെ ലോപം ഉണ്ടാക്കിയവർക്കെതിരെയാണ് ഒരു നടപടിയും എടുക്കാത്തത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ തന്ത്രശാസ്ത്രം അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൻ്റെ കൊടിമരം എന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്ന ചൈതന്യത്തിൻ്റെ പ്രതിരൂപമാണ്. അതായത് മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മം വരെയുള്ള ദേവന്റെ ശരീരമാണ് കൊടിമരം അഥവാ ധ്വജസ്തംഭം എന്ന് നാം കാണുന്നത്. അപ്പോൾ അതിലാണ് കയറി പെയിന്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിരീശ്വരവാദികളാണ്, വിശ്വാസികളല്ലാത്തവരാണ് ഈ ശബരിമലയുടെയൊക്കെ ഭരണം നടത്തുന്നത് എന്നതിന് ഇനിയും ഉദാഹരണങ്ങളൊന്നും വേണ്ടല്ലോ ജിജീഷ്. ഗൗതം, ഇത്തരത്തിൽ ശബരിമലയിൽ നിന്ന് അനുദിനം പുറത്തു വരുന്ന സംഭവങ്ങൾ, അവിടെ ശബരിമലയെ എങ്ങനെയാണ് നിരീശ്വരവാദികളായ ഭരണകർത്താക്കളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാം തന്നെ ചേർന്ന് ഏതവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ദൃഷ്ടാന്തം മാത്രമായി, അല്ലെങ്കിൽ ഇനിയും എത്രയോ കാര്യങ്ങൾ പുറത്തു വരാനുള്ളതിൽ ഒന്ന് മാത്രമായാണ് നമുക്ക് ഈ ഒരു സംഭവത്തെയും കാണാൻ കഴിയുക. കാരണം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ശബരിമലയിൽ തന്ത്രവിധി പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം പാലിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. അവിടെ ദേവഹിതം എന്നൊന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തോന്നുമ്പടി ചെയ്യുക അവിടെ, എന്നിട്ട് അത് ദേവഹിതമാണ് എന്ന് പ്രചരിപ്പിക്കുക എന്നതാണ് ഈ ആളുകളുടെ എല്ലാം തന്നെ ഒരു നീക്കം എന്ന് പറയുകയും ചെയ്യുന്നത്. 2011 ഡിസംബർ 28-നും ഒപ്പം തന്നെ 30-നും ഇടയ്ക്കാണ് ഈ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പഞ്ചവർഗത്തറയിലും ഒപ്പം തന്നെ അഷ്ടദിക്പാലക വിഗ്രഹത്തിലും എല്ലാം തന്നെ സ്വർണ്ണ നിറമുള്ള പെയിന്റ് അടിച്ചത്. അതും സ്പ്രേ പെയിന്റ് അടിച്ച് ചേർക്കുകയായിരുന്നു. ഇങ്ങനെയാണോ ഒരു സ്വർണ്ണക്കൊടിമരത്തിൽ സ്വർണം പൂശേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ ഉദ്യോഗസ്ഥരിൽ പലരും കാണിച്ചില്ല എന്ന് തന്നെയായിരുന്നു വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമ്പോൾ അവിടെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു, നിലപാടുകൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ആ ഒരു വർഷത്തെ മണ്ഡലപൂജ കഴിഞ്ഞ് മകരവിളക്കിന് നട തുറക്കുന്നതിന് മുമ്പുള്ള സമയത്തായിരുന്നു ഇത്തരത്തിൽ ഈ സ്പ്രേ പെയിന്റ് കൊണ്ട് സ്വർണ്ണ നിറം അതിൽ കൊടിമരത്തിലടക്കം പൂശുന്ന ഒരു സംഭവം ഉണ്ടായത്. ദേവസ്വം ഓംബുഡ്സ്മാനാണ് ആദ്യം ഇക്കാര്യത്തിൽ പരാതി ലഭിക്കുന്നത്. കാരണം ഭക്തർ സസൂക്ഷ്മം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വീക്ഷിക്കുന്നുണ്ട്. അവിടെ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അവർ പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. അവിടെ ഓംബുഡ്സ്മാന് പരാതി ലഭിച്ചു. ഓംബുഡ്സ്മാന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് SP ഒരു അന്വേഷണം നടത്തി. ആ വിജിലൻസ് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ തോതിൽ അതിഗൗരവമായ വിവരങ്ങൾ തന്നെയായിരുന്നു ആ ഒരു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ പരിശോധനയിൽ ലഭിക്കുകയും ചെയ്യുന്നത്. അവിടെയും പ്രതിക്കൂട്ടിൽ കൃത്യമായി നിൽക്കുന്നത് അന്നത്തെ ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സതീഷ് കുമാറാണ്. ഒപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ K. രാജൻ, അവരാണ് ഈ സ്പ്രേ പെയിന്റ് അടിക്കാനുള്ള അനുമതി നൽകിയത് എന്ന് വ്യക്തമായി. നേരത്തെയും വിവാദങ്ങളിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു ഈ രണ്ട് ആളുകളും എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം തന്ത്രിയുടെ അനുമതി തേടിയിട്ടില്ല, മാത്രമല്ല ദേവസ്വം ബോർഡ് ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെ സ്വർണ്ണ കൊടിമരത്തിൽ സ്പ്രേ പെയിന്റ് അടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. എന്നാൽ ഇവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശം വന്നിട്ടും അത് പാലിക്കപ്പെടുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടുന്നു. ഇതേ ആളുകൾ തന്നെയാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് ഉദ്യോഗസ്ഥർ തന്നെയാണ് നേരത്തെ ഒറ്റരാശി താമ്പൂല പ്രശ്നവും നടത്തി അവിടെ വിവാദമുണ്ടായത്. ഇത്തരം ഒരു സ്വയം തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയും എല്ലാം തന്നെ ചെയ്തത്. ഇത് 2011 കാലത്താണ് സംഭവിക്കുന്നത് എങ്കിൽ 2012 ഏപ്രിലാണ് ഈ ഒറ്റരാശി താമ്പൂല പ്രശ്നം നടക്കുന്നത്. അതും ദേവഹിതം അനുസരിച്ചല്ല, പ്രശ്നവിധി പ്രകാരമായിരുന്നില്ല കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിരുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തിരുന്നു. അവിടെയും വിജിലൻസിൻ്റെ ഒരു അന്വേഷണമെല്ലാം തന്നെ നടന്നിരുന്നു എങ്കിലും കുറ്റക്കാരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് ഒരു സമയത്തും അത് നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളായിരുന്നു ഇവിടെ പൂർണ്ണമായും തന്നെ ലംഘിക്കപ്പെട്ടത്. അത് തുറക്കഥയാകുന്നു. അത് ഈ പുറത്തേക്ക് പേര് വന്ന ഉദ്യോഗസ്ഥരുടെ ഘട്ടത്തിൽ മാത്രമല്ല, മറ്റു പല ഉദ്യോഗസ്ഥരും ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഗൗതം.